20ലധികം ലോങ് കോട്ട് ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തുന്ന ഒരു കെന്നലാണ് ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ്. ഗോൾഡൻ ഷെപ്പേർഡ് എന്നാണ് ഈ ഒരു കെന്നലിന്റെ പേര് തന്നെ. നമ്മുടെ സുധീഷേനാണ് എന്റെ കാര്യം നടത്തുന്നത് അല്ലേ? ശരിക്കും എത്ര വർഷമായി ഡോഗ് ഫീൽഡ് വന്നിട്ട്? ഒരു 12 വർഷമായിട്ട് 12 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. നമുക്ക് നിലവിൽ ഇപ്പം ലോങ് കോട്ട് ജർമ്മൻ ഷെപ്പേർഡ് മാത്രമേ ഉള്ളൂ അല്ലേ? ലോങ് കോട്ട് മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ നമുക്ക് എത്ര ഡോഗ്സ് ആണ്? 22 ഡോഗ്സുകളുണ്ട്, കൂടാതെ പപ്പികളും എല്ലാം. ഓക്കെ. അപ്പൊ നിങ്ങൾ തുടക്കത്തിലും ഈ ഒരു ജർമ്മൻ ഷെപ്പേർഡ് മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും ബ്രീഡിൽ? അല്ല, ഞാൻ വേറെ വീട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ലാബ് അങ്ങനെ 1-2 ബ്രീഡുകളെ വളർത്തി. പിന്നെ ഒരു 6 വർഷമായിട്ട് വേറൊരു പുള്ളിയുടെ ഡോഗ്സിനെ അങ്ങനെ ജർമ്മൻ ഷെപ്പേർഡിനെ നോക്കാൻ നമ്മൾ സിദ്ധാർത്ഥന്റെ ഡോഗ്സിനെ നോക്കാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഫുൾ ജർമ്മൻ ഷെപ്പേർഡിലേക്ക് തന്നെ മാറി. സിദ്ധാർത്ഥന്റെ കൂടെ വന്നതിന് ശേഷമാണ് ഫുൾ ലോങ് കോട്ട് ജർമ്മൻ ഷെപ്പേർഡിലോട്ട് ആയത്. 22ലധികം ഡോഗ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മെയിൻ ആയിട്ട് ഇതുവരെ ലൈൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ഡോഗ്സ് ആണോ അതോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? ഇമ്പോർട്ട് ഡോഗ്സ് ഉണ്ടായിരുന്നു. ഒരു 3 ആഴ്ചയായുള്ളൂ ഒന്ന് ഡെഡ് ആയിട്ട്. പിന്നെയുള്ളത് ഇമ്പോർട്ടന്റ് സൺ, പിന്നെ ഇമ്പോർട്ടന്റ് ഡോട്ടർ, എല്ലാം എന്താ പറയുന്നത് ചാമ്പ്യൻ ലൈൻസ് ഉള്ള ഡോഗ്സും ഉണ്ട്. നമുക്ക് ഓൾറെഡി ചാമ്പ്യൻ ഫീമെയിൽസ് ഉണ്ട്. എല്ലാം വരും. അത്യാവശ്യം നല്ല ഇമ്പോർട്ട് ലൈൻസ് ഉള്ള ഡോഗ്സും ചാമ്പ്യൻ ലൈൻസ് ഉള്ള ഡോഗ്സും ആണ് നമ്മുടെ കെന്നലിലുള്ളത് അല്ലെ? ക്വാളിറ്റി നിങ്ങൾക്ക് ഡോഗ്സ് വീഡിയോയ്ക്ക് നമ്മുടെ ഡോഗ്സിനെ കാണിക്കുന്നത്. അപ്പോൾ ഡോഗ്സിനെ കാണിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ഉള്ള ഡോഗിന്റെ ആ ഒരു ക്വാളിറ്റി അല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് ഇവരുടെ ഡോഗ്സിനെ എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തുമ്പോൾ എല്ലാവരും ചോദിക്കൊരു ഇതാണ് എപ്പോഴും എന്താ മെയിൻ്റെനൻസ് കൂടുതലാണ്. ഗ്രൂമിങ് ആയാലും അല്ലെന്നുണ്ടെങ്കിൽ കോമ്പിങ് ആയാലും അല്ലേ, വൃത്തിയായിട്ട് സൂക്ഷിച്ച് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയും കാണുന്നില്ല. പക്ഷേ ഏറ്റവും വൃത്തിയായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള ഡോഗ്. ഇത്രയും ഡോഗ്സിനെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കെന്നലിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും? മെയിനായിട്ട് നമുക്ക് ബ്രഷിംഗ് ആണ് മെയിൻ. ബ്രഷ് ചെയ്യുക, ഒരു ആഴ്ചയിൽ എന്തായാലും ഒരു 3 ദിവസം ബ്രഷ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. കുളിപ്പിച്ചില്ലെങ്കിലും ബ്രഷിംഗ് മസ്റ്റാണ്. അതാണ് ഈ ജടയും കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കുന്നല്ലേ അല്ലേ? ഓക്കെ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവരുടെ ഫുഡ് ആയാലും ബാക്കിയുള്ള ഇവരുടെ അഡൽട്ട് ഡോഗിന്റെ പപ്പീസിനെ ഞാൻ ചോദിച്ചില്ല. ഇവരുടെ ഒരു വർക്കൗട്ട് അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് പോകുന്ന ഡോഗ്സ് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം? നമ്മൾ രാവിലെ കുറച്ച് ഡ്രൈ ഫുഡ് ആയിട്ട് കൊടുക്കും, പിന്നെ വൈകിട്ട് ചിക്കനും റൈസും 2 ടൈംസ് ആണ് ഫുഡ്. ഓക്കെ. നിങ്ങളിപ്പം മെയിൽ ഡോഗ്സ് ഇപ്പൊ എത്ര എണ്ണം നോക്കി കഴിഞ്ഞാൽ? 4 മെയിൽസ് നമുക്ക് ഉണ്ട് നിലവിൽ. സ്റ്റഡ് മെയിൽ ആയിട്ട് 4 പേരുണ്ട്. അത് നമ്മുടെ കെനൽ ഓൺ ബ്രീഡിങ്ങിന് വേണ്ടി നിർത്തിയേക്കാണോ അതോ നിങ്ങൾ ഔട്ട്സൈഡ് കൊടുക്കുന്നുണ്ടോ ഇതിന്? ഔട്ട്സൈഡ് നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിൽസിന് മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഫീമെയിൽസിന് മാത്രം നമ്മൾ കൊടുക്കുന്നുള്ളൂ. സർട്ടിഫൈഡും ക്വാളിറ്റി ഉള്ള ഫീമെയിൽസ് മാത്രം ഔട്ട്സൈഡ് കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ബ്രീഡിങ് മാത്രം. ഇപ്പൊ ഇത്രയും ഡോഗ്സ് ഉള്ളപ്പോൾ നമുക്ക് പപ്പീസ് എപ്പോഴും കാണുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴായാലും പപ്പീസ്. കളേഴ്സ് വരും നമുക്ക് ഏതാ മെയിൻ ആയിട്ട് വരുന്നത്? ഇത് കൂടെ നിങ്ങളുടെ ബ്ലാക്ക് കളർ ഒക്കെ? ഫുൾ ബ്ലാക്ക് ഒരു മെയിലുണ്ട്, ഒരു ഫീമെയിലും ഉണ്ട്. പിന്നെ ഒരു പപ്പീനെ റേസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഫുൾ ബ്ലാക്ക്. ബാക്കി ഡോഗ്സ് എല്ലാം ഈ ഒരു കളർ ബ്ലാക്ക് ആൻഡ് ഈ ഒരു ഇതിൽ തന്നെയാണ് വരുന്നത്. ചേട്ടാ, നമ്മുടെ കെനലിലെ മെയിൻ ആയിട്ടുള്ള സ്റ്റഡ് മെയിൽസിനെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. ദത്ത US ഇമ്പോർട്ടിന്റെ സണ്ണാണ്. ഡബിൾ സൈഡ് ഇമ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ക്വാളിറ്റി അല്ല ലോങ് കോട്ട് നല്ല എല്ലാവർക്കും എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു മെയിലാണല്ലേ? ഓക്കെ. ദത്ത. പിന്നെയുള്ളത് റെമോ അല്ലേ? എനിക്ക് ദത്തയുടെ ഇവന്റെ ക്യാരക്ടർ എനിക്കൊന്ന് നമ്മളെ അധികം അടുപ്പിക്കാത്ത ഒരു ടൈപ്പ് ആണ് ദത്ത. അതുകൊണ്ടാണ് നമ്മൾ മാറി ഇച്ചിരി അഗ്രഷൻ ഉള്ള ടൈപ്പ് അല്ല? നിങ്ങളും 2-3 പേരുമായിട്ട് മാത്രമല്ലേ? ഒരു 3 പേരോട് മാത്രമേ ഉള്ളൂ. ഇവനെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരുമായിട്ടും മിംഗിൾ ചെയ്യുന്ന ടൈപ്പാണ്. ഓക്കെ. പിന്നെ ഇത് റെമോ അല്ലേ? റെമോയുടെ ലൈൻസ് ഒക്കെ റെമോ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വിന്നിംഗ് ഉള്ള മെയിലിന്റെ കുട്ടിയാണ്. മാക്സിന്റെ ഇവർക്കെല്ലാം ശരിക്കും നിങ്ങൾ ഈ സ്റ്റഡ് മെയിൽസിനൊക്കെ എത്ര വയസ്സാകുമ്പോഴാണ് നമ്മുടെ കെനലിലോട്ട് കൊണ്ടുവരുന്നത്? നമ്മളൊരു 1.5 വയസ്സിന് ശേഷമാണ് നമ്മൾ മെയിൽസിനെല്ലാം സെലക്ട് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ നോക്കുന്നത്? ഒന്ന് മെയിൻ ക്വാളിറ്റി മെയിൻ ആയിട്ട്, പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ജീനി നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ബ്ലഡ് ലൈനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ പ്രൂൺ ആയതിനു ശേഷമുള്ള ഇതിനാണ് നമ്മൾ കൂടുതലും എടുക്കാൻ നോക്കുന്നത്. ശരിക്കും ജർമ്മൻ ഷെപ്പേർഡ് ഒരു 2 ഇയേഴ്സ് പേപ്പറിന് മെയിൻ ആയിട്ട് ഒരു 1.5 വയസ്സ് തൊട്ട് തന്നെ നിങ്ങൾ നോക്കും. പിന്നെ നമ്മൾ അതിന്റെ നമ്മളുടെ രീതിയിലെ സ്റ്റെഡ് ആക്കി എടുക്കുക. ശരിക്കും എപ്പോഴും ലോങ് കോട്ടിനെ ശരിക്കും എല്ലാവർക്കും ആ ഒരു കാഴ്ചക്കുള്ള ഭംഗി തന്നെയാണ്. മെയിൻ ആയിട്ട് ആ ഒരു കാര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീമെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനെ നമ്മുടെ തന്നെ ബ്രീഡ് ചെയ്തിട്ട് അതിനെ പേരന്റ് സ്റ്റോക്ക് ആയിട്ട് നിർത്തുകയാണോ? ഉണ്ട്. നമുക്കൊന്ന് നമ്മളെ ബ്ലാക്ക് മൗണ്ട് റാദൂസിന്റെ ലെറ്റർ നമ്മളെ കയ്യിലുണ്ട്. പപ്പീസിനെ ഹോൾഡ് ചെയ്ത് നമ്മൾ ലെറ്റർ എടുത്ത് ലയൻസിലുണ്ട്. പിന്നെ നമ്മള് സിംബാന്റെ ലയൻസുള്ള ഇതുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഫീമെയിൽസ് ഡിഫറെന്റ് ലൈൻസ് ആയിട്ടുള്ള എടുക്കും. ജർമ്മൻ ഷെപ്പേർഡ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ പോസിറ്റീവേ ഉള്ളൂ പറയാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡ് നമുക്ക് കാണാനുള്ള ഒരു സിംഹത്തിന്റെ ലുക്കും അതേ ഉള്ളൂ. ബാക്കി ഓണറോടും അത്രയും
ലോയലാണ്. പിന്നെ നിൽക്കേണ്ട അടുക്ക ഏത് രീതിയിൽ നിൽക്കാൻ ഇവർക്കറിയാം. അറിയാം. നമ്മളിപ്പോ ഒരു വീട്ടിൽ ഇതാണ് ഇവനെ പോലെ ഒരു ഡോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ എന്താ ഭയങ്കര ഒരു മാസ് ലുക്ക് അല്ലേ, ഒരു സിംഹക്കുട്ടി ഇരിക്കുന്ന ഒരു ഫീലാണ്. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ അത് ഭംഗി അത് തന്നെയാണ് മെയിൻ ആയിട്ട്. പക്ഷെങ്കിൽ ഓണർ നിൽക്കുന്ന സമയത്ത് ഒരാൾ വെറുതെ ഒന്ന് ഉന്താൻ വന്നാൽ മതി, കയറി ഇടപെടും. അത് എന്താ പറയുക, ഒരു പെറ്റെന്ന് മാത്രമല്ല ഗാർഡുകളും കൂടിയാണ്. 3 രീതിയിൽ നമുക്ക് കൊണ്ടുപോയി ചെയ്യാൻ പറ്റുന്നത്. ചേട്ടാ അതുപോലെ ഇത് എല്ലാ ആൾക്കാർക്കും, അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കും ലേഡീസിനും എല്ലാം വളർത്താൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ്. അതെ, എല്ലാവർക്കും വളർത്താം. ജർമ്മൻ ഷെപ്പേർഡിനെ വെച്ചാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തുമ്പോൾ പരമാവധി ഫ്ലോർ മാറ്റുള്ള കൂടുകളിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് മെയിൻ. ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് നനവൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ആ ഒരു ഭംഗി നഷ്ടപ്പെടുന്നത്. പരമാവധി ഫുഡിനകത്താണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾ ഫുഡ് പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്യുമ്പോഴാണ് പപ്പീസിന് നമുക്ക് കംപ്ലൈന്റുകൾ കൂടി വരുന്നത്. ഡൈജഷന്റെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. അപ്പൊ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത ഫുഡ് തന്നെ നമ്മൾ പറഞ്ഞു ആ ഒരു കണ്ടിന്യൂ ചെയ്യുക. പിന്നെ കുറേശ്ശെ ആഡ് ചെയ്ത് വേറെ ഫുഡുകൾ ആഡ് ചെയ്ത് നമുക്ക് ശീലിപ്പിച്ചിട്ടാണ് നമ്മൾ പപ്പീസിനെ റേസ് ചെയ്ത് കൊണ്ടുവരുന്നത്. ശരിക്കും ഒരു ലോങ് കോട്ട് ജർമ്മൻ ഷെപ്പേർഡിന്റെ നമ്മളൊരു ഫുൾ ആ ഒരു ഭംഗിയിലോട്ട് എത്താൻ എത്ര വയസ്സാണ്? ശരിക്കും മെയിൽ ഡോഗ് ആണെങ്കിൽ നമുക്കൊരു 3.5 വയസ്സിന് 4 വയസ്സിന്റെ ഇടയിലാണ് ശരിക്കും ഒരു തിളങ്ങി നിൽക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഇവനിപ്പോ 2 വയസ്സ്. ഇതിലേക്ക് വരുന്നേ ഉള്ളൂ. എപ്പോഴും നമ്മളെ യങ് ആയിട്ടുള്ള മെയിലും ഫീമെയിലും നമ്മൾ റമോ ഓൾറെഡി നമുക്ക് 3.5 വയസ്സ് കഴിഞ്ഞു. ശരി, ഫുൾ ഷെഡിങ്ങിലാണ് അവനുള്ളത്. അതെ, ക്ലൈമറ്റ് ഒന്നാമത് ഇപ്പോഴത്തെ ചൂടിന്റെ സമയം കൂടിയല്ലേ, അപ്പൊ അതിന്റെ ഒരു ഷെഡിങ് നല്ലപോലെ ഉണ്ട്. പൊതുവെ 2 ടൈമിൽ എന്തായാലും, ഒരു വർഷത്തിൽ 2 ടൈമിൽ എന്തായാലും ഹെയർ ഷെഡിങ് ഉണ്ടാവും. പിന്നെ ഫീമെയിൽസ് ആണെങ്കിൽ പിന്നെ പറയണ്ട, ലിറ്റർ കഴിയുമ്പോൾ ഹീറ്റിന്റെ സമയത്തും ലിറ്റർ കഴിഞ്ഞ പാടും എന്തായാലും അവർക്ക് ഷെഡിങ് വരുന്നതാണ്. നമുക്ക് ഇതല്ല, നമുക്ക് ബ്ലാക്ക് ഷെപ്പേർഡ് ഇല്ലേ, നമുക്ക് എത്ര പേരുണ്ടത്? നമുക്ക് 3 അഡൾട്ടും ഒരു പപ്പിനെ നമ്മൾ റേസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിപ്പോ നമുക്ക് നിലവിൽ നമ്മുടെ കനലില്ല ഇപ്പൊ ഇല്ല. ഒരു മാസമായിട്ട് നമ്മള് ചങ്ങനാശ്ശേരിയുള്ള ഒരു രഞ്ജോട്ടനുണ്ട്, നമ്മളെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന രഞ്ജോട്ടൻ. സിദ്ധാർത്ഥും രഞ്ജോട്ടനാണ് നമുക്ക് ഫുൾ സപ്പോർട്ടായിട്ടുള്ളത്. നമ്മളെ ഫുൾ ബ്ലാക്കും മെയിലും നമ്മള് ദത്തയും രണ്ടുപേരും നമ്മളെ ഒരു സിദ്ധാർത്ഥമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പിലാണ് നമ്മള്. പുള്ളിക്കാരൻ പുറത്താണ്, കാനഡയിലാണ്. അപ്പൊ പുള്ളിക്കാരൻ നാട്ടിൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ ഓമനിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലോട്ട് കൊണ്ടുപോയേക്കാം. ഇവിടെ ആക്കിയിട്ടേ പോകുള്ളൂ. അപ്പൊ നമുക്ക് 20-ലധികം ജർമ്മൻ ഷെപ്പേർഡുകളെ, അതായത് ലോങ് കോട്ടിനെ വളർത്തുന്ന നമ്മുടെ സുധീഷന്റെ കനൽ ഗോൾഡൻ ഷെപ്പേർഡ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമ്മുടെ അത്യാവശ്യമുള്ള ഡോഗ്സിനെ അല്ല, കണ്ടീഷനായിട്ട് നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് കാണിക്കാം. പിന്നെ ബാക്കിയുള്ളതിനെ കാണിക്കാൻ അറിയാലോ, ഫീമെയിൽ ഒക്കെ ലിറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഷെഡിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള ലോങ് കോട്ട് ജർമ്മൻ ഷെപ്പേർഡിന്റെ പപ്പീസ്. കണ്ണൂർ കറക്റ്റ് ലൊക്കേഷൻ എവിടെയത്? കണ്ണൂർ തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം റൂട്ടിലാണ് അല്ലേ. നമ്മുടെ ഗോൾഡൻ ഷെപ്പേർഡ് കാരണം നമ്മൾ ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് നമുക്ക് പപ്പീസിനെ വേണമെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റഡ് സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഒരു 10-12 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ആളാണ്. അതും 4-5 വർഷമായിട്ട് ലോങ് കോട്ടിനെ 5 വർഷമായിട്ട് ലോങ് കോട്ടിൽ തന്നെയുണ്ട്. അപ്പം വേണ്ട നമ്പർ വീഡിയോക്കകത്തുണ്ട്. എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ സുധീഷ് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ.